ഇനിയുള്ള കാലം കുടുംബത്തിന് ഭാരമാവരുത് എന്ന് തീരുമാനിച്ച് കുറച്ച് അപ്പൂപ്പന്മാർ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനായി ഒരു വലിയ മലയിലേക്ക് വരുന്നു. എന്താന്ന് വെച്ചാൽ അന്നാട്ടിൽ അക്കാലത്ത് പ്രായമായവർ കുടുംബക്കാർക്ക് ശല്യമാവാതെ ഒരു ധീര മരണം കൈവരിക്കാൻ അവിടെ എത്തി ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. സോ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് പോവാമെന്ന് ഉറപ്പിച്ചെത്തിയതാണ് ഈ 4 പേര്. അവർക്ക് വഴി കാണിക്കാനായി ഒരുത്തനെ കൂടെ കൂട്ടിയിട്ടുമുണ്ട്. അവൻ മലയുടെ ഉച്ചിയിലെത്തിയതും ആരാണ് ആദ്യം ചാടാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അവരെല്ലാം ഒരാളെ ചൂണ്ടി ഇദ്ദേഹമാണ് കൂട്ടത്തിലെ ഏറ്റവും സീനിയർ, അദ്ദേഹം ആദ്യം പോകുന്നതാണ് അതിന്റെ ശരി, അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നു. അദ്ദേഹവും ആദ്യം ചാടുന്നതാണ് മാസ് എന്ന് ചിന്തിച്ച് ഞാൻ തന്നെ ആദ്യം ചാടിക്കോളാം എന്ന് ധീരതയോടെ പറയുന്നു. കൂടെയുള്ള നൻപന്മാർ ഇതാണ് ശരിയായ തീരുമാനമെന്ന് പറഞ്ഞ് അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതും നമ്പി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് അദ്ദേഹം താഴേക്ക് ചാടി. അദ്ദേഹം എവിടെയാണ് വീണതെന്ന് ബാക്കിയുള്ളവർ എത്തി നോക്കി. അയാൾ താഴെ വീണ് ചിഹ്നം ഭിന്നമായിരിക്കുന്നത് കണ്ട് അവർ വിജൃംഭിച്ചു പോയി. ഇനി അടുത്തത് ആരാണ് ചാടുന്നതെന്ന് ചോദിച്ചപ്പോ ഇല്ലവ നമുക്കങ്ങനെ വയസ്സൊന്നും ആയിട്ടില്ല, ഇനി കുറച്ചും കൂടി വർഷമൊക്കെ കയ്യേറ്റെ എന്നിട്ട് നോക്കാപ്പാ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നു. ശരി ശരി, അപ്പൊ നാട്ടുകാരുടെ കണ്ണിൽ പെടാതെ പോവാൻ നോക്ക് എന്ന് അവൻ പറഞ്ഞപ്പോ നാടോ എന്ന് നാട്, ഞങ്ങനി അങ്ങോട്ടേക്കൊന്നുമില്ല, ഞങ്ങളൊരു ദേശാടനത്തിന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അപ്പൂപ്പന്മാർ എങ്ങോട്ടോ നടന്നു നീങ്ങുന്നു. അപ്പൊ നൻപന്മാരെ നമ്പിയവൻ ഓമ്പി. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ 6 അടി മണ്ണിന്റെ ജന്മി, ഞാൻ 6 അടി മണ്ണിന്റെ ജന്മി.